ഇന്നലെയും ഇനിയാന്നുമൊക്കെ CPM-ന്റെ നേതാക്കന്മാരും മന്ത്രിയും നിങ്ങളെയാണ് കുറ്റപ്പെടുന്നത്, മാധ്യമങ്ങളെയാണ് കുറ്റപ്പെടുന്നത്. ഈ വിഷ്വലെല്ലാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് എന്തോ അജണ്ടയുണ്ടോ എന്നാണ് ഇപ്പോൾ മന്ത്രി ചോദിക്കുന്നത്. പക്ഷെ ഒരു വസ്തുതയാണ്, ഒരു മുന്നൊരുക്കവും ശബരിമലയിൽ നടത്തിയിട്ടില്ല. ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാലമാണ് ഈ മണ്ഡലകാലം. ഇത്രമാത്രം നിരുത്തരവാദപരമായൊരു സമീപനം ശബരിമലയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള മുന്നൊരുക്കവും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ശബരിമലയുടെ ചരിത്രത്തിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നത്. അയ്യപ്പൻ്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു ദുരന്തമുണ്ടാകാതെ പോയത്. സന്നിധാനത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനപ്പുറത്ത് അയ്യപ്പന്മാരെ ഒറ്റയടിക്ക് അവിടേക്ക് കയറ്റിവിടാൻ ആരാണ് ദേവസ്വം ബോർഡ് അനുവാദം കൊടുത്തത്? ഇവർ സ്പോട്ട് ബുക്കിംഗ് അല്ലല്ലോ, നേരത്തെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്ത് വന്നിട്ടുള്ള ആളുകളല്ലേ, നിങ്ങളല്ലേ ടൈം സ്ലോട്ട് കൊടുത്തത്? ശബരിമല സന്നിധാനത്തിന് ഉൾക്കൊള്ളാവുന്ന സംഖ്യ എത്രയാണ് എന്ന് ഇവർക്ക് അറിയില്ലേ? ആരാണ് പമ്പയിലേക്ക് ഇവരെ കടത്തിവിട്ടത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തരത്തിലുള്ള ധാരണയോ മുന്നൊരുക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പോലീസിൻ്റെ വഴിക്ക്, ദേവസ്വം ബോർഡിൻ്റെ വഴിക്ക്. കഴിഞ്ഞ ദിവസം പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷമാപണമൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അയ്യപ്പ ഭക്തന്മാരോട് ക്ഷമാപണം ചോദിക്കാനല്ലല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിശ്ചയിച്ചിരിക്കുന്നത്. മുന്നൊരുക്കം നേരത്തെ നടത്തിയില്ല, ശരി, സമ്മതിച്ചു. അതിനുശേഷം എന്ത് തയ്യാറെടുപ്പാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? ഇന്നലെയും മിനിയാന്നുമൊക്കെ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കുറ്റകരമായിട്ടുള്ള വീഴ്ച സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. സാധാരണ ശബരിമല അവലോകന യോഗങ്ങൾ കൃത്യമായി നടത്തേണ്ടതാണ്. എല്ലാ വകുപ്പ് മന്ത്രിമാരും ഇടപെട്ടുകൊണ്ട് നടത്തേണ്ടതാണ്. അങ്ങനെ ഒരു അവലോകന യോഗം ഇപ്രാവശ്യം നടന്നതായി നമ്മളേതായാലും കണ്ടിട്ടില്ല. കൊള്ളയടിച്ച സ്വർണ്ണ പങ്കുവെക്കുന്നതിൽ തിരക്കിൽ ദേവസ്വം ബോർഡ് മന്ത്രിയോടും ഉദ്യോഗസ്ഥന്മാരോടും ശബരിമലയിൽ ഇങ്ങനെ മണ്ഡലകാലമുണ്ട് എന്ന് മറന്നുപോയിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദി ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് ആകസ്മികമായി ഉണ്ടായ വീഴ്ചയല്ല. ശബരിമലയിൽ ഈ പ്രാവശ്യം ഉണ്ടായത് ആകസ്മികമായ വീഴ്ചയല്ല, ആസൂത്രിതമായിട്ടുള്ള വീഴ്ചയാണ്. ആ ആസൂത്രിതമായിട്ടുള്ള വീഴ്ചയ്ക്ക് ഉത്തരവാദി ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കണം. അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിൽ വാസവൻ മന്ത്രി രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അദ്ദേഹമാണ് ഇത് ഉത്തരവാദി. കാരണം ഒരു കാര്യം കൂടി ഞാൻ പറയാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കാലാവധി ഈ മണ്ഡലമാസം ആരംഭിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് അവസാനിക്കുന്നത് എന്ന് ഈ മന്ത്രിക്ക് അറിയായിരുന്നില്ലേ? ഒരു സുപ്രഭാതത്തിൽ വന്നാലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ദേവസ്വം സമിതി പ്രസിഡന്റിനെ നേരത്തെ നിശ്ചയിക്കാമായിരുന്നില്ലേ? എന്തിനാണ് ഈ ശബരിമല ക്ഷേത്രത്തെ അനാഥമാക്കി വിട്ടത്? ഇവരെ ശ്രമം ഈ ദേവസ്വം ബോർഡ് നീട്ടിക്കൊടുക്കാനാണ്. അതിനാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് ആകസ്മികമായിട്ടുള്ള ഒരു വീഴ്ചയല്ല, ആസൂത്രിതമായിട്ടുള്ള വീഴ്ച. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ആ പരിശ്രമത്തിന് മന്ത്രി വാസവൻ ഉത്തരം പറഞ്ഞേ മതിയാവും. അതുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ കസ്റ്റഡിയിലേക്ക് അദ്ദേഹം ധാർമ്മികമായ അർഹതയില്ല. അദ്ദേഹം ആ പദവി രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഓക്കെ, സന്തോഷം. അവർക്ക് മത്സരിക്കാൻ പ്രായോഗികമായി കുറച്ച് ബുദ്ധിമുട്ട് വന്നു, അതുകൊണ്ട് അവരെ മാറ്റി. അവർ മാറണമെന്ന് ആവശ്യപ്പെട്ടു, അവർ മാറി. ഉണ്ടോ? വാർത്തകളല്ലേ, വാർത്തകളെല്ലാം സത്യമാവണമെന്നില്ലല്ലോ.
അല്ല, അവരെ നേരത്തെ അവരിവിടെ ഇരിക്കുന്നുണ്ടല്ലോ എൻ്റെ അടുത്ത് തന്നെ. അല്ലല്ല, നേരത്തെ അവരുടെ പ്രായോഗിക പറഞ്ഞിരുന്നു. ആ പ്രായോഗിക പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. കാരണം അവർ കേന്ദ്ര ഗവൺമെൻറ് ബോഡിയിലെ മെമ്പറാണ്. പഞ്ചായത്ത് രാജ് വകുപ്പിൻ്റെ ഹിന്ദി ഭാഷാ സമിതിയുടെ ഒരു മെമ്പറാണ് അവർ. അതിൻ്റെ ഒരു പ്രോഗ്രാം, ഒരു വർക്ക്ഷോപ്പ് ഡൽഹിയിൽ നടക്കുകയാണ്. ആ വർക്ക്ഷോപ്പിൽ നിന്ന് അവർക്ക് പെർമിഷൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. പക്ഷേ അതൊരു പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ട വർക്ക്ഷോപ്പിൽ നിന്ന് അവർക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ കൊടുക്കുന്നില്ല. ഞങ്ങളൊരു ശ്രമം നടത്തി നോക്കി, പെർമിഷന് വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ മാറാതെ വേറെ വഴിയില്ല. അതാണ് ഇത്രയും. ഒന്നുമില്ല, അത് ഡിസംബർ 13 കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്കില്ലാത്ത ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാക്കില്ലേ, നിങ്ങൾ ഉണ്ടാക്കില്ലേ?